കോഫി പ്രൊഡക്റ്റ് കഴിച്ച റിസൾട്ട്. ഓക്കെ, വേറെ ഞാൻ പറയട്ടെ, എക്സ്ട്രാ ഓർഡിനറി ലൈഫ് കിട്ടാൻ വേണ്ടി, എക്സ്ട്രാ ഓർഡിനറി ലൈഫ് കിട്ടാൻ വേണ്ടിട്ട്. വേറെ വരുന്ന തലമുറയ്ക്ക് കൂടെ ഗുണം ചെയ്യും, അതുകൊണ്ട് വരുന്ന തലമുറക്ക് കൂടെ ഗുണം ചെയ്യും, അതുകൊണ്ട്. വേറെ പാസീവ് ഇൻകം. വേറെ നിങ്ങള് ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. നമ്മൾ ഓരോരുത്തരും പല പല ആളുകളുമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റ് വില കൂടുതലാണ്. ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആളെ ചേർക്കുന്ന പരിപാടിയാ മണി ചെയിൻ അല്ല, ചെയിൻ ആണോ? ചെയിൻ സർവീസ് ആണോ? ചെയിൻ സർവീസ് എന്ന് പറയുന്നത് മണി ചെയിൻ. ഓക്കെ, മണി ചെയിൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളെ ചേർക്കുന്ന പരിപാടിയാണോ ചോദിക്കുന്നുണ്ട്. വേറെ ഊണ് പോലെ വന്നിട്ട് നാളെ കാണുക എന്ന് പറഞ്ഞു. ഇന്ന് ഇത് വന്നിട്ട് നാളെ കാണില്ല എന്ന് പറഞ്ഞു. ഇന്ന് വന്ന ആളെ കുറച്ച് കഴിഞ്ഞാൽ ഊട പോലും കാണത്തില്ല എന്ന് പറയാറ്. അത് പറഞ്ഞു. പിന്നെ പറയും ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ, ഇതൊന്നും അങ്ങനെ നിലനിൽക്കത്തില്ല. ഇതൊന്നും അങ്ങനെ നിലനിൽക്കത്തില്ല. ഓക്കെ ഫൈൻ. വേറെ ഞങ്ങൾ പറയും നിലനിർത്താം എന്ന് പറയും എന്നൊക്കെ ഓരോരുത്തർ പറയും. ഇപ്പൊ അതൊന്നും അറിയത്തില്ല, കുറെ കഴിയുമ്പോഴേ ഇതേപ്പറ്റി അറിയത്തുള്ളൂ, കിഡ്നിക്കൊക്കെ പിടിക്കുമ്പോഴേ പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറയും. ഓരോരുത്തരോട് പറയുമ്പോ അങ്ങനെ പറയും നമ്മളോട്. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട് സാറേ, പോസിറ്റീവായിട്ട് കുറെ എന്ന് വെച്ചാൽ എന്റെ ഒരു കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു 95% പോസിറ്റീവാ. റിസൾട്ട് കിട്ടിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവര് ഇങ്ങനെ ഇതൊക്കെ പറയുന്ന ആൾക്കാര് തിരിച്ചിപ്പോ ഇങ്ങോട്ട് പ്രോഡക്റ്റ് തരാവോ എന്ന് ചോദിച്ചു വരുന്ന സമയമാണ് ഇപ്പൊ. അടിപൊളി. അതൊക്കെ മാറി, പണ്ടത്തെ ആ സിറ്റുവേഷൻ ഒക്കെ മാറി. ഇപ്പൊ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനോടുള്ള ആളുകളുടെ ആ പറച്ചിലൊക്കെ ഇച്ചിരി വിവരമുള്ള ആൾക്കാർ ഇപ്പൊ പറയാറില്ല. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് സുൽഫത്ത് മാഡം, ഷിജ സാർ പറയട്ടെ. ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇവർക്ക് ഈ 12 പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് ഐഡിയ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. ഒരാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ആ പുള്ളിക്കാരിക്ക് 2 പുള്ളിക്കാരി എടുക്കുകയും ചെയ്താണ്. പക്ഷെ പുള്ളിക്കാരിക്ക് ഒറ്റയടിക്ക് 12 എടുത്തുള്ള ആ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര അങ്ങനെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഒരു 12 പ്രോഡക്ട്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ചില ആളുകൾ പറയാറുണ്ട്. എല്ലാവരും അല്ല, ചില ആളുകൾ പറയാറുണ്ട്. അവർക്ക് സാമ്പത്തികം ചിലപ്പോൾ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ട്, ഒത്തിരി ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ 37,000 രൂപ മുടക്കാൻ അവരുടെ ചിലപ്പോൾ കാണില്ല. അപ്പൊ അവര് ചിലപ്പോൾ 2-3 ഒക്കെ ആദ്യം എടുത്തു. എന്റെ തന്നെ ഒരാൾ എടുത്ത് അടിച്ചാണ്. പക്ഷെ അവർക്ക് 2-3 എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ഇനിയും അടുത്ത ഒന്നിച്ചെടുക്കാനുള്ള അവരുടെ ഒരു സാമ്പത്തികം അവരുടെ ഇല്ല. ഒരു വേറെ ആൾക്കാർക്ക് സപ്ലൈ അവരുടെ ഇല്ലാത്തോണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിനൊക്കെ ഉള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കമ്പനിയോട് സംസാരിച്ച് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. അത് ഇതിന്റെ ഏറ്റവും ഒരു എൻഡിൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരാള് എനിക്കിപ്പോ ഇന്നൊരു രാവിലെ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. പെരുമ്പാവൂർ എന്നാണ്, നമ്മുടെ എന്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്ക് ഇതുപോലെ ഷുഗർ, പുള്ളിക്ക് കാലിന് കുറെ ആൾ മുന്നേ എന്നോട് പറഞ്ഞാണ്. പുള്ളിയുടെ പ്രായമൊന്നുമില്ല, 40 വയസ്സ് താഴെയുള്ള ഒരാളാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളിയുടെ വീടിന്റെ കയറി താമസം കഴിഞ്ഞു. ഇപ്പൊ പുള്ളിക്ക് ഒരു ടൈല് വീണ് പുള്ളിയുടെ കാല് മുറിഞ്ഞായിരുന്നു. മുറിഞ്ഞിട്ട് പിന്നെ അത് കരിയുന്നില്ല. അപ്പൊ നേരത്തെ അവരോട് ഞാൻ പറഞ്ഞു, ചെറിയ ഷുഗർ ഉള്ള ആളായിരുന്നു. അപ്പം ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പുള്ളി അത് കരിയാതെ പുള്ളിക്ക് കാല് കുത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ പുള്ളിക്ക് ഇപ്പം അമൃത ഹോസ്പിറ്റലായിരുന്നു ഇന്നലെ രാത്രിയിലല്ല. അപ്പൊ പുള്ളിക്കുള്ള പ്രോബ്ലം വെച്ചാൽ പുള്ളിയുടെ കാലിന് ബ്ലോക്കായി ഞരമ്പ്. പുള്ളിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഐക്കോഫിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിയുടെ പുള്ളിയുടെ കാല് റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ കാലിന് ഞരമ്പ് ബ്ലോക്ക് ആയിരിക്കുകയാണ് പുള്ളിയുടെ. അപ്പൊ അമൃതയിൽ ഇപ്പം പുള്ളിക്ക് അത് ഓപ്പറേഷൻ ചെയ്യണം. അടുത്ത മാസം 3 ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്പറേഷൻ 2,500,000 രൂപ എങ്ങാണ്ടാണ് അതിന് ചെലവ് വരുന്നത്. അപ്പോഴത്തേന് പുള്ളി ഇപ്പൊ എന്നെ രാവിലെ വിളിച്ച് 6 മണിക്ക് എന്നെ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചിരിക്കുക, നീ പറഞ്ഞ എന്നേക്കലും പ്രായക്കുറവാ, നിങ്ങൾ പറഞ്ഞ സാധനം പെരുമ്പാവൂര് കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു. കോഫി അപ്പൊ അവര് കഴിക്കാനായിട്ട് താല്പര്യം. അപ്പൊ ഞങ്ങൾ പെരുമ്പാവൂർ തന്നെ കിട്ടും. ഇപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയറിൽ അവിടെ വരും, സാധനം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇപ്പൊ എന്തോ ഒരു
കഴിക്കണമെന്ന് അങ്ങനെ തോന്നി. പുള്ളിക്ക് കാല് നടക്കാനൊന്നും പറ്റില്ല. പുള്ളിക്ക് ഇപ്പം കാല് ബ്ലോക്കായി, ഞരമ്പ് ബ്ലോക്കായി പുള്ളിയുടെ. അപ്പൊ അതിനെയും ഓപ്പറേഷൻ ചെയ്യാതെ രക്ഷയില്ല. ഹാർട്ട് അറ്റാക്ക് വരുന്ന പറയുന്നത് സെയിം സംഭവം തന്നെ, റയറായിട്ട് വരുന്ന സംഭവമാണ്. അല്ല, ഈ സാധനമേ അതിന് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? നമുക്കിപ്പം പുള്ളിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാം. ഈ വ്യക്തിയോട് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയോട്. വൺ സെക്കൻഡ്. ഈ 1 2 3 1 2 3 സാറേ അവരെ ഒന്ന് മ്യൂട്ട് ആക്കിയാൽ മതി സാറേ. ഭയങ്കര ഞാൻ ഇത് മ്യൂട്ട് ആക്കുന്നുണ്ട്, അവര് വീണ്ടും അൺമ്യൂട്ട് ചെയ്യാണ്. അതാണ് വിഷയം. ഓക്കെ ഷിജ സാറേ, ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, അതിന്റെ വില അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഐകോഫി റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പല നെഗറ്റീവ്സും നമ്മളോട് പറയാറുണ്ട്. ഇതിന്റെയൊക്കെ ആവശ്യകത ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 3100 രൂപ പ്രൊഡക്റ്റിന് വലിയ വിലയാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം ഷിജോ സാറ് പറഞ്ഞിട്ടുള്ള പെരുമ്പാവൂർ വന്നിട്ടുള്ള ആ വ്യക്തിക്ക് പോലും പെട്ടെന്ന് ഒരു സർജറിക്ക് വേണ്ടി വന്നത് എത്ര 2.5 ലക്ഷം രൂപ അല്ലെ, അറൗണ്ട് 3 ലക്ഷത്തിനടുത്ത് അദ്ദേഹത്തിന് സർജറിക്ക് ആവശ്യമായിട്ട് വരുവാണ്. ആ സമയത്താണ് പുള്ളി 3100 ആണ് ഇതിനേക്കാളും ചെറുത് എന്നുള്ളത് ചിന്തിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം ഷിജ സാറെ, ധൈര്യമായിട്ട് അവർക്ക് കൊടുക്കാം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞരമ്പ് ബ്ലോക്ക് ആകുന്നത് ആ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കുറയും. സർക്കുലേഷൻസ് കുറയുന്നതാണ്. അത് ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന ന്യൂറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഗാഗ്രിങ് പോലുള്ള അല്ലെങ്കിൽ കാല് മുറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. സോ ഐകോഫി ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു വിഷയമാണ് ഈ ഗാഗ്രിങ് പോലുള്ള വിഷയങ്ങൾ. മുറിവ് വന്ന് കാല് മുറിക്കണം എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് പോലും, ബുദ്ധിമുട്ടുകൾക്ക് പോലും ഐകോഫി ഉപയോഗിച്ച് അതിനുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സോ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ആരൊക്കെ മീറ്റിംഗിൽ പോയിട്ട് പിന്നെ വരാത്ത ആളുകൾ ആരൊക്കെയാണ് പറയുമ്പോ പല ആളുകളും പല നെഗറ്റീവ്സും നമ്മളോട് ചോദിക്കാറുണ്ട്, പറയാറുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു പിക്ചർ ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ പ്രോസ്പെക്റ്റിനെ നമുക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമില്ലേ? പറ്റുമോ? നിങ്ങൾ എന്റെ കൂടെ വായോ? പറ്റും. വാഹിദ മാഡം കേറിയില്ല. രണ്ടാമത് വാഹിദ മാഡം കേറിയില്ല. ഓക്കെ, പറ്റുമല്ലോ. അപ്പോ എങ്ങനെയാണ് നമുക്കത് ആളുകളെ, ആ വ്യക്തികളെ നമുക്ക് എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനീസ് ഒക്കെ എന്താ പറയുന്നത്, ഇതുപോലുള്ള ഈ ഒരു MLM എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കറിയുന്ന ഉത്തരം പറ. വെറുതെ അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, നിങ്ങൾക്കറിയുന്ന ഉത്തരം പറ. എന്തുകൊണ്ടായിരിക്കും? ഒന്നുകൂടെ ചോദിച്ചു സാറേ. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനീസ്, അതായത് ലൈക്ക് ഇൻഡസ്വിവ ആൻഡ് അതർ കമ്പനീസ്, എന്തുകൊണ്ടാണ് ഈ ഒരു MLM എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? കൂടുതലായിട്ടും തൊഴിലില്ലാത്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ആ കമ്പനിക്ക് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചുകൂടെ? പിന്നെ ഇൻകം ടാക്സ് കൂടുതലായിട്ടും കിട്ടാൻ അങ്ങനെ ഇൻകം, അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു MLM എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്? മണി ചെയിനും ഡയറക്ട് സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലെ. ശരിയാണോ അല്ലേ? ഞാനിത്
എസ്പെഷ്യലി ഇത് പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ പുതിയ ഒരുപാട് പേര് നമ്മുടെ കൂടെ അസോസിയേഷനിൽ നമ്മുടെ കൂടെ പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മുടെ കൊളീഗ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാലാണ് ഇത് എത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണോ അല്ലേ? സോ എന്താണ് ഡയറക്ട് സെല്ലിംഗ്? എന്താണ് ഡയറക്ട് സെല്ലിംഗ്? സാറേ, ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിപണന രീതി, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന വിപണന രീതിക്കാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാറുള്ളത്, അല്ലെ? അതായത് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറിയിലൂടെ ഒരു കാര്യം അതിന്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി ആ കമ്പനിക്ക് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഈ രീതികൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരസ്യം നമ്മൾ ചെയ്യണം, അല്ലെ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്താൻ ഒരു പരസ്യം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത് എല്ലാ ആളുകളിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ആവശ്യമാണ്. അതായത് ഇടനിലക്കാരനെയും പരസ്യക്കാരെയും നമുക്ക് ആവശ്യമാണ്. ഇത് സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ചെലവ് കൂടുതലാണോ അല്ലേ? ചെലവ് കൂടുതലാണല്ലോ. ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ട്രഡീഷണൽ മേഖലയിലൂടെ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ്, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, അഡ്വർടൈസ്മെന്റ് എന്നിങ്ങനെ 7 കാറ്റഗറീസ് വരുന്നുണ്ട്. ഇങ്ങനെ കൈകൾ മറിഞ്ഞിട്ടാണ് ഓരോ ആളുകളിലേക്കും ഈ സാധനങ്ങൾ എത്തുന്നത്. ഇങ്ങനെ നോക്കുമ്പോ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ, ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്ന ബൂസ്റ്റിന് എടുത്തു കഴിഞ്ഞാൽ മതി. ഈ ബൂസ്റ്റിന് ഒരു പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി, നമ്മള് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 29 പേരുണ്ട്. ഈ 29 പേര് പരസ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ജിൻസാർ പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ മാജിദ മാഡം പറഞ്ഞുകൊണ്ടോ, മുനവർ സാർ പറഞ്ഞുകൊണ്ടോ, റസാഖ് ഉസ്താദ് പറഞ്ഞുകൊണ്ടോ, അജിത മാഡം പറഞ്ഞത് കൊണ്ടോ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഉണ്ടാവോ? ഇല്ല. അവിടെ നമുക്ക് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, സൊസൈറ്റിയിൽ നല്ലൊരു ഫേസ് വാല്യൂ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ശരിയാണോ അല്ലേ? ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം? പണം കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെ? പക്ഷെ അതേ സമയത്ത് ഉദാഹരണമായിട്ട് എന്റെ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. എന്റെ പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഒരാള് ഉപയോഗിച്ചു, ആ ആളുകളുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ ആ ആള് ഉപയോഗിച്ച അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിസൾട്ടിലൂടെ, ബെനിഫിറ്റിലൂടെ അദ്ദേഹത്തിന്റെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട്, അദ്ദേഹത്തിന്റെ മൗത്ത് കൊണ്ട് പരസ്യം ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ, ഉദാഹരണം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു നമ്മുടെ കുടുംബത്തിൽ പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ പെടുന്ന ഒരു വ്യക്തി ആ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക? അതല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടിട്ട് അമലാപോൾ ചന്ദ്രികയുടെ സോപ്പില് പരസ്യത്തിൽ അഭിനയിച്ചതുപോലെ ഒരു പോസ്റ്റർ കാണുന്നതിനാണോ വാല്യൂ ഉണ്ടാവുക? നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് പറയുന്നത്. ഇതിനെന്തെങ്കിലും ആ കമ്പനിയുടെ ഓണർ ഞാനാണെന്നിരിക്കും, ഈ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള എനിക്ക് എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ? ഇല്ല. ബൂസ്റ്റ് ആണ് എന്റെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ ബൂസ്റ്റ് ഞാന് സച്ചിനോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 കോടി രൂപ ഒരു വർഷത്തെ കരാറ് കൊടുക്കണം. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 രൂപ പോലും അവിടെ ചെലവില്ല, എന്റെ ലാഭം കൂടും. ശരിയാണോ അല്ലേ? വെരി സിമ്പിൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇടനിലക്കാരന്റെയും പരസ്യക്കാർക്കും കൊടുക്കുന്ന വിഹിതം മാറ്റിവെച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നൂതനപരമായിട്ടുള്ള രീതി. ഇവിടെ ഈ ഇടനിലക്കാരും പരസ്യക്കാരുമായിട്ട് ആരാ പ്രവർത്തിക്കുന്നത്? നമ്മളെ പോലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ. അവരിലേക്ക് എന്ത് ചെയ്യാണ്? ലാഭവിഹിതം കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും 2 തരം ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ബെനിഫിറ്റ് കിട്ടും, അതോടൊപ്പം സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ചയും കിട്ടും. സോ അതേസമയം മണി ചെയിൻ എന്ന് പറയുന്നത് എന്താണ് മണി ചെയിൻ? അറിയത്തില്ല സാറേ. അറിയത്തില്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇരട്ടി കിട്ടുക എന്നുള്ള രീതിയില്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് കുറച്ച് പൈസ വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ വേണം. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ടാക്കുകയാണ്. അതായത്
ഒരു 30,000 രൂപയുടെ സ്കീം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു വ്യക്തിക്ക് ഈ സംഭവം പരിചയപ്പെടുത്തി കൊടുത്തു. അവരിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് തല എണ്ണി പൈസ കൊടുക്കുക എന്ന് പറയും. അവിടെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ സർവീസോ ഒന്നുമില്ല. ഒരു 30,000 രൂപ കൊടുക്കുന്നു. ആ 30,000 രൂപ എനിക്ക് തരുമ്പോ ആ വ്യക്തിക്ക് ഞാൻ അതിന്റെ അവര് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആളെ ചേർക്കുന്നതിന് ഇത്ര പെർസെന്റേജ്, അതായത് 30,000 ആണെങ്കിലും 10,000 ആണെങ്കിലും 20,000 ആണെങ്കിലും ഒരു തലക്ക് 5,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ എന്നുള്ള തരത്തിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് മണി ചെയിൻ. അതായത് പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ മണി സർക്കുലേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇറ്റ്സ് ഇല്ലീഗൽ ആണ്, അതോടൊപ്പം തന്നെ ക്രിമിനൽ കുറ്റമാണ്. ബഡ്സ് ആക്ട് വരെ ഉണ്ടാകുന്ന വലിയ ഒരു തെറ്റാണ്, കുറ്റമാണ് ഇന്ന് മണി ചെയിൻ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ കമ്പനീസ് ഈ ഒരു MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ആ പ്രൊഡക്റ്റുകള് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ അവിടെ കിട്ടത്തില്ല, ലഭ്യമാവില്ല. ശരിയാണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ലിവർ, യൂണിലിവർ എന്നൊക്കെ പറയാം. അവർ ആദ്യം ചെയ്തിരുന്ന രീതി ഇപ്പോഴും ആ രീതി ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം തുടക്കം മുതലേ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഒരുപാട് ഇടനിലക്കാരെയും പരസ്യക്കാരെയും വെച്ചിട്ടുള്ള രീതികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതേ ബ്രാൻഡ് നെയിമില് അതേ സാധനം ഡ്യൂപ്ലിക്കേറ്റും സാധനം ഇറങ്ങാറുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? അവരും ഈ രീതി സ്വീകരിച്ചു. നിങ്ങൾക്ക് അതിന്റെ ആപ്പൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. യൂണിലിവർ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. കാരണം എന്താണ്? അവരും പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻഡസിവ പോലുള്ള ഈ ഒരു കമ്പനി, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡസിവ എന്ന് പറയുമ്പോൾ ഏത് കമ്പനി ആയിക്കോട്ടെ, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏത് കമ്പനി ആയിക്കോട്ടെ, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ലീഗൽ ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ യുണീക്ക് ആയിരിക്കണം. പൊതു കമ്പോളങ്ങളിൽ ലഭിക്കാൻ പാടില്ലാത്ത പ്രൊഡക്റ്റുകളായിരിക്കണം ആ കമ്പനി ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എന്താ പറയാ, വെൽനസ് കാറ്റഗറി പെടുന്ന പ്രോഡക്റ്റുകളാണ് മിക്ക ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലീഗൽ ആയിട്ടുള്ള. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റിന്റെ ലഭ്യത ഒരിക്കലും ഈ ഒരു മേഖലയിലൂടെ ഉണ്ടാകുന്നില്ല. ശരിയാണോ അല്ലേ? ശരിയാണോ അല്ലേ? ഐകോഫിയെ പോലത്തെ ഒരു ഐകോഫി ഉണ്ടോ? ഇല്ല, പക്ഷെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒറിജിനൽ സാധനമാണ് അത്. കമ്പനി ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കമ്പനി ഇല്ല. എന്തുകൊണ്ടാണ് കമ്പനി പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ തന്നെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം? കളിപ്പേര് പെടാതിരിക്കാൻ വേണ്ടി, ഡ്യൂപ്ലിക്കേറ്റ് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ അല്ലേ? നമ്മുടെ കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചെയ്യുന്നില്ലല്ലോ, പാറ്റന്റഡ് ആണ്. ഐകോഫിയെ പോലത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ മാർക്കറ്റിൽ വേറെ പ്രൊഡക്റ്റുകൾ ഇല്ല. ത്രൂ ഔട്ട് അവർ കമ്പനിയുടെ സിസ്റ്റത്തിലൂടെ വാങ്ങിക്കുകയാണെങ്കിൽ, ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ രീതിയിലൂടെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കളിപ്പീരിലോ കാര്യങ്ങളോ നമ്മൾ പെടില്ല എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോ എംപ്ലോയി പ്രോബ്ലംസ്. അതായത് നമ്മൾ തൊഴിലാളികൾ ഇറക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന 31 പേര് നമ്മളിവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ആളുകളും എന്താണ്, എന്റെ കൊളീഗ്സ് ആണ്, എന്റെ പാർട്ട്നേഴ്സ് ആണ്. ആണോ അല്ലേ? നമ്മൾ എല്ലാവരും ഒരു അതായത് ഒരു കൊളീഗ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ബോസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ശരിയാണോ അല്ലേ? എല്ലാവരും അവനവന്റെ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. സോ അവിടെ എംപ്ലോയീസിന്റെ ബോസ് ഇല്ല. അതെ, എംപ്ലോയീസിന്റെ പ്രോബ്ലം നമുക്ക് വരുന്നുണ്ടോ? ഒരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ബേക്കറി നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ, ബേക്കറി ഒരു 11 വർഷത്തോളം ബേക്കറി നടത്തിയ ഒരു പരിചയമുള്ള ഒരാളാണ്. ആ സാഹചര്യത്തിൽ എനിക്ക് ഇപ്പൊ പല ആളുകളും പല രീതിയിലുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ബേക്കറി ഫീൽഡ് ബിസിനസ് ചെയ്ത സമയത്ത് അവിടെ 20 മണിക്കൂർ വരെ ദിവസം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ച്, കാരണം 24 hours ഷോപ്പാണ്. ആകെ വരുന്ന രാത്രി 12 മുതൽ 3 മണി വരെയുള്ള അടവ് മാത്രമേ ഉള്ളൂ. 3 മണി വരെയുള്ള അടക്കൽ മാത്രമേ ഉള്ളൂ. 3 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആകും. 4 മണി ആകുമ്പോഴേക്ക് കസ്റ്റമേഴ്സ് വരും.
ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെ കുറഞ്ഞു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജോലി കൂടെ ഞാൻ ചെയ്യേണ്ട സാഹചര്യം വന്നു. അവിടെ എനിക്ക് എംപ്ലോയീസിന്റെ പ്രശ്നം വന്നോ ഇല്ലേ? എംപ്ലോയീസിന്റെ പ്രശ്നം വന്നു. ശരിയാണോ അല്ലേ? ഇവിടെ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻഡസ്ട്രിയൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള കോർപ്പറേറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കമ്പനി ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതി MLM ആയതുകൊണ്ട്, അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലൂടെ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് മേഖലയിലൂടെ ആയതുകൊണ്ട് ഇവിടെ തൊഴിലാളികളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കമ്പനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓൾമോസ്റ്റ് ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇന്ന് 11 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുണ്ട്. അതിൽ ആക്റ്റീവായിട്ടും ഇൻആക്റ്റീവായിട്ടും നിർത്തിപ്പോയവരും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോയ ആളുകളുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാലും കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ സർവീസ് എന്തെങ്കിലും ഒരു ദിവസം നിലച്ചു പോയിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് കമ്പനി ഒരു ട്രഡീഷണൽ മേഖലയുടെ ആളെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വരും. സോ ഇവിടെ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ കമ്പനി തന്നെ എടുത്ത് നോക്കിയാൽ മതി. 2014 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി ഇന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം ടേൺ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1800 കോടി രൂപയാണ്. ഒരു വർഷത്തെ വെറും 365 ദിവസത്തെ കമ്പനിയുടെ ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ 1800 കോടി രൂപയാണ്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 2014 തുടങ്ങിയിട്ടുള്ള ഈ ഒരു കമ്പനി വെറും 11 വർഷങ്ങൾ കൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ശരിയാണോ അല്ലേ? ഇതുകൊണ്ടാണ് ഈ ഒരു ഇതുപോലുള്ള കമ്പനീസ് ഈ ഒരു മേഖല അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. സോ പല ആളുകളും ചോദിക്കാറുണ്ട്, കമ്പനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ത്രൂ ഒക്കെ കൊടുത്താൽ പോരെ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇപ്പം ആൻസർ കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? ഒന്നാമത്തെ കാര്യം, നോ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കിട്ടും. അതോടൊപ്പം തന്നെ നോ എംപ്ലോയ്മെന്റ് പ്രോബ്ലം, അതായത് എംപ്ലോയീസിന്റെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ വരുന്നില്ല. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ഒരു MLM അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇപ്പൊ നമ്മളെ പോലുള്ള ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു മേഖല എത്ര അധികം പ്രൊമോഷൻ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒരു സംരംഭകനാകാൻ നമുക്ക് മാറാൻ പറ്റും അല്ലെ? ഒരു സംരംഭകനായിട്ട് മാറാൻ പറ്റും. ഇതിന് നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ആവശ്യമുണ്ടോ? ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഇല്ല സാർ. ഈ മേഖല ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് വേണോ? ഐപിഎൽസ് മൈക്കോഫിപ്പിക്കാൻ നമ്മൾ ആയുർവേദ മെഡിക്കൽ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ കാറ്റഗറി പഠിച്ച ആളാവണമെന്നുണ്ടോ? ആയുർവേദ നേഴ്സ് ആവണോ? അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുള്ള അലോപ്പതി മെഡിസിൻ ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തില് MBBS എടുത്തിട്ടുള്ള ആളാവണോ? വേണ്ട. ഞാൻ ഒരു +2 വിദ്യാഭ്യാസമുള്ള ഒരു ചായക്കട നടത്തിയ ഒരു വ്യക്തിയാണ്. ഹൗസ് വൈഫ് ഉണ്ട്, എന്താ പറയാ, അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ തരത്തിലുള്ള കാറ്റഗറീസ് പെടുന്ന ആളുകളും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരക്കാർക്കൊക്കെ ഒരു സംരംഭകനാകാൻ സാധാരണഗതിയിൽ മറ്റു മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ റിസ്ക് വരുന്നത്? റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് റിസ്ക് ഫാക്ടേഴ്സ്? ഇൻഡസ്ട്രി ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന റംല മാഡം അല്ലെങ്കിൽ ജിൻസാറ്, ഞാന്, ഈ ഇരിക്കുന്ന വീഡിയോയിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും പേരെടുത്ത് പറയാൻ സമയമില്ല. ഈ ആളുകളൊക്കെ സംരംഭകരാവും? നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സാറ് സ്റ്റക്കായി. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. കറണ്ട് പോയതാവുന്നു. ഇന്ന് നാട്ടിൽ എന്ത് അവസരമാണുള്ളത്? റിസ്ക് ഫാക്ടേഴ്സ്. നമ്മളൊക്കെ ഒരു ബിസിനസ് ആയിട്ട് വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് വളരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് വരുന്ന തടസ്സം എന്താണ്? നിങ്ങൾ പറ. പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത്. പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത് ആണോ അല്ലേ? അത് റിസ്ക് ഫാക്ടേഴ്സ് ആണോ അല്ലേ? അല്ലേ? ഇവിടെ അതേപോലെ തന്നെ
ട്രഡീഷണൽ മേഖലയിൽ നമ്മളൊരു ബിസിനസ് സംരംഭം എടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? കാരണം ഒരു 10 ലക്ഷം രൂപയാണെങ്കിലും 20 ലക്ഷം രൂപയാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആ പൈസയുടെ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷം എടുക്കും. ഒന്നാമത്തെ കാര്യം, ആ 3 വർഷം നമുക്ക് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അതോടൊപ്പം തന്നെ ആ 20 ലക്ഷം ലാഭം കിട്ടും എന്നുള്ളതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഒരു ഭീതി നമ്മുടെ ഉള്ളിലുണ്ടാകും. സ്വാഭാവികം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൈസ നമ്മൾ എവിടെ നിന്ന് സ്പോട്ടിൽ എടുത്തെടുക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, പല പല ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ശരിയാണോ അല്ലേ? സോ ഇവിടെ നോക്കുമ്പോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ നീഡ് ഫോർ ദ ക്യാപിറ്റൽ. ഏതൊരാൾക്കും, ഏത് സാധാരണക്കാരനും വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ, വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോ റിസ്ക് ഫാക്ടേഴ്സ്. കാരണം പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്പോൺസർ അടങ്ങുന്ന നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് പല കാറ്റഗറീസിലൂടെ, അതായത് പല രീതിയിലൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ തരാൻ, നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് തരാൻ, വിർച്വൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ, എല്ലാ അർത്ഥത്തിലും നമുക്ക് ഓരോ കാറ്റഗറീസ് പെടുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ ഇല്ലേ? ഉണ്ടോ? അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടോ? സോ എന്തുകൊണ്ടാണ് പീപ്പിൾസ് പ്രിഫർ ദിസ് MLM ബിസിനസ്? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ ജനങ്ങൾ ഇതിനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട മേഖല ആയിരുന്നുവെങ്കിലും ഇന്ന് ഗവൺമെന്റ് പോലും ഇതിനെ പ്രൊമോഷൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 19 തീയതി തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആ പ്രോഗ്രാം പങ്കെടുത്ത ആളുകളാണ് അല്ലെ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തില് ഈ ഒരു നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ അണ്ടറിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ ഇത് ലീഗലായിട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സൈറ്റും ഗവൺമെന്റ് എന്ത് ചെയ്തു? അനൗൺസ് ചെയ്തു. ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിന് പ്രൊമോഷൻ ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ചോദ്യചിഹ്നം. എന്തുകൊണ്ടായിരിക്കും? ആൻസർ. തൊഴിലില്ലായ്മ കൂടുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അതിലൂടെ പരിഹാരം ഉണ്ടാക്കാം. ആണോ അല്ലേ? രണ്ടാമത്തെ കാര്യം, യുവാക്കൾ കൂടുന്നു, ജോലിയില്ല. അത് തന്നെയല്ലേ ജോബ്ലെസ്? ഇപ്പൊ മാഡം പറഞ്ഞതും അത് തന്നെയല്ലേ? അല്ല, പിന്നെ ഈ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ പിന്നെ ഏജ് ഓവർ ആയ ആൾക്കാർക്കും അല്ലാത്തവർക്കും ജോലി കൊടുക്കാനില്ലല്ലോ. കൂടാതെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഏത് കാറ്റഗറി ആണെങ്കിലും ജോലി ആണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. രണ്ടാമത്തെ വിഷയം, അതിന്റെ ആൻസർ നേരത്തെ ഓൾറെഡി മാറ്റിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് ടാക്സ് ആണ് അല്ലെ? ഇന്ന് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഏതിലൂടെയാണ്? ടാക്സ് അടയ്ക്കുന്നതിലൂടെ. ഗവൺമെന്റിന്റെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്. ഇന്ന് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്നത് ഏത് മേഖലയിലൂടെയാണ്? ഇതുവരെ ഉണ്ടായിരുന്നത് മദ്യത്തിലൂടെയായിരുന്നു ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ടാക്സ് ലഭിച്ചിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് മദ്യമാണ്. ശരിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ 1800 കോടി രൂപ കഴിഞ്ഞ ഒരു വർഷം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഡിവിജ്വൽ കമ്പനിക്ക് മാത്രം ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ 1800 കോടിയിൽ 900 കോടിയും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന നമ്മളടങ്ങുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? റീഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്? നമുക്ക് കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വരുമാനങ്ങളും ആ ഒരു ഗണത്തിൽ പെടുന്നതാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ അല്ലേ? നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ലഭിക്കുന്ന 500 രൂപയുടെ പ്രോഫിറ്റിൽ പോലും 25 രൂപ ഗവൺമെന്റ് ടാക്സ് ആണ് പോകുന്നത്. റൈറ്റ്?
സോ അങ്ങനെ നോക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര രൂപ ഗവൺമെന്റിലേക്ക് ഈ ഒരു കമ്പനിയിലൂടെ മാത്രം ഈ ഒരു കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടാവും? ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് ഗവൺമെന്റിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ? സോ ഇവിടെ പറഞ്ഞു, ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഏത് തരത്തിൽ പെടുന്ന ആളുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈമിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവൃത്തികളിലേക്കും ഒക്കെ പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? തൊഴിലില്ലായ്മയാണ്, അല്ലെ? അൺഎംപ്ലോയ്മെന്റ് ആണ്, അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. കാരണം 1,60,00,000 ആളുകൾ ഒരു വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും കൊടുക്കാൻ പറ്റുന്നത് വെറും 60 ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്, തൊഴിലവസരങ്ങൾ. സോ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും? 10-15 ലക്ഷം രൂപ ചെലവഴിച്ച് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ആ ഒരു ജോലി കിട്ടാതെ വരുമ്പോ ആ കുടുംബം തകരാറിലാവോ? ഇല്ലേ? ചിലപ്പോ വിദ്യാഭ്യാസ ലോണ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, പഠിക്കുന്നുണ്ടാവുക. ഇതും അവർക്ക് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. സോ ഈ ഒരു അവസരത്തിലാണ്, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് നാളുകൾ കഴിയും തോറും നമ്മളുടെ ജീവിത ചെലവുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ശരിയാണോ അല്ലേ? 10 കൊല്ലം മുമ്പും നമ്മൾ പെട്രോൾ അടിച്ചിരുന്നത്, അല്ലെങ്കിൽ 5 വർഷം മുമ്പും നമ്മൾ പെട്രോൾ അടിക്കുന്നത്, ബൈക്കിൽ പെട്രോൾ അടിക്കുന്നത് 100 രൂപക്കാണ്, ഇന്നും 100 രൂപക്കാണ്. പക്ഷെ എന്താ വ്യത്യാസം? എന്തായിരിക്കും വ്യത്യാസം? ലഭിക്കുന്ന അളവ് കുറഞ്ഞിട്ടുണ്ട്. ശരിയാണോ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും 25 വയസ്സിന് മുകളിലുള്ള ആളുകളാണല്ലോ, അല്ലെ? നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനമ്മമാരായിക്കോട്ടെ നമുക്ക് മിഠായി വാങ്ങിക്കാൻ തരാറുണ്ടായിരുന്നത് 1 രൂപ അല്ലെങ്കിൽ മാക്സിമം പോയ 2 രൂപ, അല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? 10 രൂപ അല്ലെങ്കിൽ 20 രൂപ. ശരിയാണോ അല്ല? നിങ്ങൾ ചിന്തിക്കുക. ആ കാലവും ഈ കാലഘട്ടവും ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ ചെലവുകളിൽ ക്രമാതീതമായിട്ട് വർധനവുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന ഒരു ഇൻകം വേണം, വളർന്നു വരുന്ന ഒരു വരുമാനം വേണം. ഇവിടെയാണ് ശരിക്കും നമ്മളൊരു സംരംഭകരാകുമ്പോൾ, ഒരു ഫിക്സ്ഡ് സാലറി ആകുമ്പോൾ നമുക്ക് എന്നും അതേ വരുമാനമായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മളൊരു സംരംഭകരാകുമ്പോഴോ നമ്മുടെ വരുമാനം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് പറയാനുള്ളത് എങ്ങനെയാണ് നമുക്ക് കമ്പനിയെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള സമയം നമുക്ക് ഇന്നില്ല, 9:02 ആയിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ സെഷനിൽ മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാകും. ഓക്കെ? സോ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന മേഖലയെ കുറിച്ച് നമുക്ക് എപ്പോഴും ധാരണ വേണം, ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ധാരണ വേണം. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അതും മണി ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ് കമ്പനീസ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ജനങ്ങള് ഈ ഒരു മേഖലയെ അല്ലെങ്കിൽ ഒരു സംരംഭകനാകുന്നതിനെ കുറിച്ച് ഇതിനെ കൂടുതൽ ഇന്ന് പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇതിനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന്, നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിവ് കൊടുക്കാൻ പറ്റോ ഇല്ലേ? ആ തിരിച്ചറിവ് കൊടുത്ത് അവൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ എന്താണ്, പോണേക്ക് പോട്ടെ നോക്കണം. ശരിയാണോ അല്ലേ? എല്ലാ ആളുകളും ഇത് സെലക്ട് ചെയ്യുമോ? എല്ലാ മേഖലയിലും ആളുകൾ വേണമല്ലോ. സോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഈ കാറ്റഗറീസിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്ത വേണം. എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധം വേണം. ഓഫ് കോഴ്സ് അതോടൊപ്പം തന്നെ നമുക്ക് നാളുകളിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സെഷൻസ് വരുന്നുണ്ടാകും. എങ്ങനെയാണ് ഒരു കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ ഒക്കെ ഇൻഷാ അല്ലാഹ് നാളുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. സോ എല്ലാ ആളുകളും നന്നായിട്ട് ബിസിനസ് ചെയ്യുക. ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ തരുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പല കാറ്റഗറീസ് ആണ്, പല മേഖലകളാണ്, പല സ്ഥലങ്ങളിലാണ്, പല എന്താ പറയാ, ഒരു പരിചയമില്ലാത്ത ചിലപ്പോൾ ആളുകളായിരിക്കും. പക്ഷേ ഇവിടെ ഏതൊരാൾക്കും വളരാൻ പാകപ്പെടുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്.
എപ്പോഴും പറയുന്ന പോലെ തന്നെ എവറി ഡേ, എവറി സെക്കൻഡ്സ്, എവറി മിനിറ്റ്സ്, എവറി മന്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1% നമ്മളിൽ ഒരു അപ്ഡേഷനും ഉണ്ടാകണം. സോ ലാസ്റ്റ് ആയിട്ട് പറയാണ്, ലേണിംഗ് ഈസ് ദ കീ ഫോർ യുവർ സക്സസ്. ഇവിടെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ, നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ടീമിനെ നയിക്കാൻ പറ്റുള്ളൂ. സോ അതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന 21-ാം തീയതി ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരുപാട് വിജയിച്ച ആളുകളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് കേൾക്കാനും, നമുക്ക് ഇവിടെ ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ട ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ഡയമെൻഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ പാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള ഒരു മെഗാ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ വാർഷികം നമുക്ക് ഈ വരുന്ന 21-ാം തീയതി ശനിയാഴ്ച മലപ്പുറം ജില്ലയിൽ ചമ്മാട് താജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. സോ എല്ലാവരും അതൊരിക്കലും മറക്കരുത്. ആ പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. ആ പ്രോഗ്രാം പങ്കെടുത്താലാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഈ ആഴ്ച നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ള ഓഫറും അത് തന്നെയാണ്. എന്താണ്? 100 PV റീറ്റെയിൽ ഓർ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഓരോ 100 PVക്കും നമുക്ക് ഓരോ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഒരു 200 PVയുടെ റീപർച്ചേസോ അല്ലെങ്കിൽ റീറ്റെയിലിംഗോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അറ്റൻഡ് ദ ഫൗണ്ടേഷൻ ഡയമണ്ട് വിത്ത് അവർ കോ ആപ്ലിക്കന്റ്. നമ്മുടെ കോ ആപ്ലിക്കന്റിന്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ വരുന്ന തിങ്കളാഴ്ച ADC പ്രോഗ്രാം നടക്കുന്നുണ്ട്. കോട്ടയം ഭാഗത്തുള്ള ആളുകൾക്ക്